സ്റ്റീം ഇൻഹലേഷൻ. നമ്മൾ ഈ ജലദോഷം, കഫക്കെട്ട്, സൈനസൈറ്റിസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആവി പിടിക്കാറുണ്ട് അല്ലേ? നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് നമ്മുടെ കഫം കൂടുതൽ നേർമയുള്ളതാക്കുകയും അതുപോലെ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു സൂത്തനിങ് എഫക്റ്റ് ഒക്കെ ചെയ്യും. ഏറ്റവും നല്ല രീതിയിൽ ആവി പിടിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതിന് ഉപ്പിൻ്റെ പ്രാധാന്യത്തെ പറ്റി അറിയണം. നമ്മൾ ഈ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ചുരുങ്ങുന്നത് കണ്ടിട്ടില്ലേ, നീര് വലിഞ്ഞു പോയിട്ട്? അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ കുറേ നാൾ ചെയ്യാതിരിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഈ ആവി പിടിക്കുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ടീരിയൽ ലോഡ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നീര് വലിച്ചെടുത്ത് മൂക്ക് കൂടുതൽ സ്പേഷ്യസ് ആക്കും. അതുപോലെ സൈനസിനകത്തുള്ള സെക്രേഷൻസിൻ്റെ ഒക്കെ ക്ലിയറൻസ് കൂടുതൽ ആക്റ്റീവ് ആക്കും. അപ്പം സോൾട്ട് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിന് ഫ്യൂസ് കിട്ടാൻ സമയം കാണും. അപ്പോൾ നമ്മൾ പഴയ കാരണവന്മാർ പഠിപ്പിച്ചു തന്ന ആ സ്റ്റീം ഇൻഹലേഷൻ രീതി തന്നെയാണ് ഏറ്റവും നല്ലത്. ആദ്യം നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നമ്മൾ 1-2 ടീസ്പൂൺ പൊടിയുപ്പായാലും കുഴപ്പമില്ല, കല്ലുപ്പായാലും കുഴപ്പമില്ല, ഈ സോൾട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ആവി വരും. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിരട്ടയ്ക്ക് ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ സോൾട്ടഡ് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുന്നതിനേക്കാളും ഡബിൾ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യല്ല, അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ നല്ലത്.